തകർന്നു പോകും. സാധാരണ ഒരു ഒരു മനുഷ്യൻ ഇങ്ങനെ, ഞാൻ അസാധാരണ എന്നല്ല പറഞ്ഞു വരുന്നത്, ദൈവാധീനം കൊണ്ട് പൊതുരംഗത്ത് വന്ന് 36 വർഷം സ്വാഭാവികമായിട്ട് നല്ല ബന്ധങ്ങളുണ്ടായി. പക്ഷെ നമ്മൾ ഒരിടത്തും അത് മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ പേരിൽ ഇങ്ങനൊരു ആരോപണം, പണനഷ്ടം സംഭവിച്ചിട്ട് ഇങ്ങനൊരു ആരോപണം വന്നു പോയാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മൾ പലരുടെ ആത്മഹത്യകൾ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ്? ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതീവ ഗുരുതരമായൊരു വേദന, അവൾക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് തോന്നണം. അതൊരു അസുഖമാവാം, ഇത്തരം ആരോപണമാവാം. ഇതിപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. എന്ത് ഫ്രോഡ് പരിപാടി ചെയ്താലും അതിനെ ജാതി കാർഡ് കൊണ്ട് മറച്ച് അതിനെ ഇല്ലാതെ തേച്ച് മാച്ച് കളയുക എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നത്. അപ്പം ഇപ്പം താങ്കൾ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, 4 ആൾ അറിയുന്ന ഒരാളാണ്. പക്ഷേ തിരിച്ച് പൊതുജനത്തിൻ്റെ അടുത്ത് വന്ന സാധാരണക്കാരായ മനുഷ്യരിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഇത്തരത്തിലൊരു ആരോപണം നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിനെ ഒന്ന് പ്രതിരോധിക്കുക? ഈ ഒരു സിസ്റ്റത്തെ എങ്ങനെ ഒന്ന് മാറ്റാൻ സാധിക്കും? തകർന്നു പോകും. സാധാരണ ഒരു മനുഷ്യൻ ഇങ്ങനെ, ഞാൻ അസാധാരണ എന്നല്ല പറഞ്ഞു വരുന്നത്, ദൈവാധീനം കൊണ്ട് പൊതുരംഗത്ത് വന്ന് 36 വർഷം സ്വാഭാവികമായിട്ട് നല്ല ബന്ധങ്ങളുണ്ടായി. പക്ഷെ നമ്മൾ ഒരിടത്തും അത് മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ പേരിൽ ഇങ്ങനൊരു ആരോപണം, പണനഷ്ടം സംഭവിച്ചിട്ട് ഇങ്ങനൊരു ആരോപണം വന്നു പോയാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മൾ പലരുടെ ആത്മഹത്യകൾ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ്? ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതീവ ഗുരുതരമായൊരു വേദന, അവൾക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് തോന്നണം. അതൊരു അസുഖമാവാം, ഇത്തരം ആരോപണമാവാം. അപ്പോൾ നമ്മൾ ആലോചിക്കുക, സമൂഹത്തിൽ എനിക്ക് ഇന്നലെ വീണ്ടും ഞാൻ വലിയൊരു ആശ്വാസം ഉണ്ടായ കാര്യത്തിൽ നമ്മുടെ പൊതുസമൂഹം പ്രതികരിച്ചത് ഇന്നലെ 100% ഇത്തരം ഈ ജാതിക്കാട്, ഈ സ്ത്രീ വിഷയത്തിന് എതിരായിട്ടായിരുന്നു. നമ്മളൊന്ന് ആലോചിക്കണം. ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഒരു സ്ത്രീകളെ പറ്റി കുറേ സ്ത്രീകൾ ഒരു ആരോപണം കൊണ്ടുവന്നു, കുറച്ച് നടന്മാരുടെ എതിരെയൊക്കെ. ഇപ്പോൾ അതെങ്ങോട്ട് പോയി എന്നറിയില്ല. ആലോചിക്കണം. ഇതിൽ ആരും ആയിക്കോട്ടെ, ഒരു സ്ത്രീയെ ആരും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ആരോപണങ്ങൾ പോലും കഴമ്പില്ലെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. ഇന്ന് അതുപോലെ തന്നെ ഈ ഒരു സംഭവം നിങ്ങളൊന്ന് ആലോചിക്കൂ. ഒരു കഴമ്പില്ലാത്ത ആരോപണം എൻ്റെയോ എൻ്റെ മക്കളുടെ പേരിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടോ നിങ്ങൾ നോക്കുക. ഞാൻ ഈ 36 വർഷം സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എൻ്റെ കൂടെ അഭിനയിച്ചവരോ അല്ലെങ്കിൽ ഇവിടെ ഷൂട്ടിംഗ് കാണുന്നവരോ ആരെങ്കിലും എനിക്കെതിരെ ഒരു സ്ത്രീ ആരോപണം അല്ലെങ്കിൽ ഈ ജാതി പ്രശ്നം പറഞ്ഞ് ഞാൻ സംസാരിച്ചത്, എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടാവണം. കുറച്ച് നാൾ ഇതൊരു ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാക്കി. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നലത്തോടു കൂടി ഇതിന് പോലും ഒരു മാറ്റം സംഭവിച്ചു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. മാറ്റം സംഭവിക്കണം. കാരണം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കാതിരിക്കുക. പെട്ടെന്ന് നമ്മൾ ഈ റിയാക്റ്റും റെസ്പോൺസും തമ്മിൽ വ്യത്യാസമുണ്ട്. റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം കേൾക്കുമ്പോൾ അവൻ അത്തരക്കാരൻ തന്നെയാണ്, അങ്ങനെ പറയരുത്. നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടി വേണം നമ്മൾ മറുപടി പറയാൻ. അയാൾ അങ്ങനെ പറയാൻ സാധ്യതയുണ്ടോ, ഞാനൊന്ന് പരിശോധിക്കട്ടെ, നമ്മളൊന്ന് കേൾക്കട്ടെ. നമ്മൾ പൊതുജനം, നമ്മുടെ പൊതുസമൂഹം നമ്മൾ മെച്യൂരിറ്റി കാണിക്കണം. കാരണം ഞാനോ നിങ്ങളോ നാളെ ആരാണ് പെടാൻ പോകുന്നതെന്നറിയില്ല. ഇത്തരം ക്രിമിനലുകൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക. ക്രിമിനൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മയക്കുമരുന്ന് സംഘമായിക്കോട്ടെ, ഇത്തരം ഇന്ന് ആലോചിക്കുക, ഞാൻ എപ്പോഴും സ്ത്രീകളോടും പെൺകുട്ടികളോടും വളരെ അനുകമ്പയോടെ പെരുമാറുന്ന ഒരാളാണ്. പക്ഷേ ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്ന 3 പെൺകുട്ടികളാണ്. റൂത്ത്ലെസ് ആണ്. ഏത് ലെവലിലോട്ടും പോകുന്ന കുട്ടികളായി മാറിയിരിക്കുന്നു. പാവങ്ങളായിരുന്നു. ഞങ്ങളുടെ അടുത്ത് പെരുമാറിയത് വളരെ പാവങ്ങളായിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചുറ്റും നിൽക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ ക്രിമിനൽസിൻ്റെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ വെറുതെ ഒരാളെ പറ്റി കേട്ടാൽ ഉടനെ നമ്മൾ പ്രതികരിക്കാതിരിക്കുക. അതിൽ ഏത് പാർട്ടിയുടെ ആളോ എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് മതത്തിൻ്റെ നമ്മളുമായിട്ട് ഇഷ്ടമല്ലാത്തവരായിക്കോട്ടെ, പ്രതികരിക്കുമ്പോൾ നമ്മൾ ഉത്തരവാദിത്വത്തോടെ പ്രതികരിക്കുക. ഞാനുമൊക്കെ പണ്ട് ചാടിക്കയറി പലതും പറയും. ഇപ്പം നമുക്ക് വേദന വരുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, നമ്മളങ്ങനെ പറയരുത്. എനിക്ക് തന്നെ തോന്നുകയാണ്, ഞാനൊക്കെ പലർക്കും പ്രതികരിച്ചത് അവർക്ക് എന്ത് വേദന ഉണ്ടാക്കി കാണും. ഇതൊരു കുറ്റസമ്മതം കുറ്റമല്ല. നമ്മൾ വളരണം. നമ്മുടെ പൊതുസമൂഹം ഇതുപോലത്തെ ഇൻസിഡൻസ് ഇനി പലതും ഉണ്ടാവുമ്പോൾ എനിക്കൊക്കെ തന്ന അതേ സപ്പോർട്ട് അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ആ രീതിയിൽ പ്രതികരിക്കണം. സമൂഹത്തിൽ നിന്ന് ഇത്തരം ആൾക്കാരെ ഒറ്റപ്പെടുത്തണം, ഇത്തരം ക്രിമിനലുകൾ.